പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസ് വിദ്യാർത്ഥികളുടെ 2ാമത്തെ സെമസ്റ്ററിൽ ഉൾപ്പെടുന്ന ഡേറ്റ അനാലിറ്റിക്സ് യൂസിംഗ് പൈത്തൺ എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ എന്ന ടോപ്പിക് കേരള യൂണിവേഴ്സിറ്റി 2ാം സെമസ്റ്റർ ബികോം അക്കൗണ്ട്സ് ആൻഡ് ഡേറ്റ സയൻസ് വിദ്യാർത്ഥികൾ ഡേറ്റ അനാലിറ്റിക്സ് യൂസിംഗ് പൈത്തൺ എന്ന പേപ്പറിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ +1 CBSE വിദ്യാർത്ഥികൾ, കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥികൾ അവരുടെ കമ്പ്യൂട്ടേഷണൽ തിങ്കിങ് ആൻഡ് പ്രോഗ്രാമിംഗ് 1 എന്ന പേപ്പറിന്റെ ഭാഗമായി പഠിക്കുന്ന ഒരു കോമൺ ടോപ്പിക്കാണ് ഫീച്ചേഴ്സ് ഓഫ് പൈത്തൺ എന്ന ടോപ്പിക്. പൈത്തൺ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഡേറ്റ പ്ലസ് ഫംഗ്ഷൻ ആണ് ഒബ്ജക്റ്റ്. അങ്ങനെ ഡേറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. അത് C++ അല്ലെങ്കിൽ C പോലെയുള്ള ഒരു ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇറ്റ് വാസ് ക്രിയേറ്റഡ് ബൈ ഗൈഡോ വാൻ റസം. ഗൈഡോ വാൻ റസം എന്ന ഡച്ച് പ്രോഗ്രാമർ ആണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. 1991 ഇത് റിലീസ് ചെയ്തത്. ഗൈഡോ വാൻ റസം എന്ന ഡച്ച് പ്രോഗ്രാമർ ആണ് ഈ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്തത്. ഇനി പൈത്തണിന്റെ യൂസസ് നോക്കിയാൽ പൈത്തൺ ഈസ് കോമൺലി യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് വെബ്സൈറ്റ്സ്, ഡേറ്റ അനാലിസിസ് ആൻഡ് ഡേറ്റ വിഷ്വലൈസേഷൻ. വെബ്സൈറ്റുകളുടെ ഡെവലപ്മെന്റ്, ഡേറ്റ അനാലിസിസ്, ഡേറ്റ വിഷ്വലൈസേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് പലപ്പോഴും പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്യും. സോ പൈത്തൺ ഈസ് ആൻ ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് ഈസ് എ ഹൈ ലെവൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. ഇറ്റ് വാസ് created by Guido van Rossum. Guido van Rossum is known as father of Python. Father of Python എന്ന് അറിയപ്പെടുന്ന ഡച്ച് പ്രോഗ്രാമറായ ഗൈഡോ വാൻ റസം ഡെവലപ്പ് ചെയ്ത ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. നേരത്തെ പറഞ്ഞു, an object is a collection of data and function. ഡേറ്റയുടെയും ഫംഗ്ഷന്റെയും ഒരു കോമ്പിനേഷൻ ആണ് ഒബ്ജക്റ്റ്. C++ ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അതുപോലെ തന്നെ ഡേറ്റയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് പൈത്തൺ. പൈത്തൺ ഒരു കേസ് സെൻസിറ്റീവ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. ഇനി പൈത്തണിന്റെ ഫീച്ചേഴ്സ് നോക്കിയാൽ ആദ്യത്തെ ഫീച്ചർ ആണ് ഈസി ടു ലേൺ ആൻഡ് യൂസ്. പൈത്തൺ ഈസ് ഈസി ടു ലേൺ കമ്പയർഡ് ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പൈത്തൺ നമുക്ക് ഈസി ആയിട്ട് ലേൺ ചെയ്യാൻ കഴിയുന്നതാണ്. അതുപോലെ തന്നെ അതിന്റെ സിന്റാക്സ് എന്ന് പറഞ്ഞാൽ പൊതുരൂപം അല്ലെങ്കിൽ ഗ്രാമർ. ഇറ്റ്സ് സിന്റാക്സ് ഈസ് സ്ട്രെയിറ്റ് ഫോർവേഡ് ആൻഡ് സെയിം ആസ് ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ പോലെ സിമിലാരിറ്റി ഉള്ളതും സ്ട്രെയിറ്റ് ഫോർവേഡുമായ ഒരു ഘടന അല്ലെങ്കിൽ സിന്റാക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഗ്രാമർ ആണ് സിന്റാക്സ് എന്ന് പറയുന്നത്. ഏതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിലും സ്റ്റേറ്റ്മെന്റുകൾ എഴുതുമ്പോൾ ഈ ഒരു സിന്റാക്സ് ഫോളോ ചെയ്യേണ്ട വളരെ അനിവാര്യമാണ്. There is no use of semicolon or curly brackets. curly ബ്രാക്കറ്റുകളോ സെമിക്കോളനോ ഇത്തരം കാര്യങ്ങൾ ഈ പൈത്തൺ എന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്നില്ല. ഇറ്റ് ഈസ് എ റെക്കമെൻഡഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഫോർ ബിഗിനേഴ്സ്. ബിഗിനേഴ്സ് ഇത്തരം പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ പലപ്പോഴും യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. കാരണം സിന്റാക്സ് വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആണെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈസി ടു ലേൺ പോലെയുള്ള ഫീച്ചേഴ്സ് ആണ് പൈത്തൺ ഉള്ളത്. ഇനി രണ്ടാമത്തെ ഫീച്ചേഴ്സ് നോക്കിയാൽ ഒരു എക്സ്പ്രസീവ് ലാംഗ്വേജ് ആണ്. പൈത്തൺ ഈസ് ആൻ എക്സ്പ്രസീവ് ലാംഗ്വേജ് കമ്പയർഡ് ടു അതർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്. എക്സ്പ്രസീവ് ലാംഗ്വേജ് മീൻസ് എ സിംഗിൾ ലൈൻ ഓഫ് കോഡ് ക്യാൻ പെർഫോം മൾട്ടിപ്പിൾ ടാസ്ക്. ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡ് ഉപയോഗിച്ച് മൾട്ടിപ്പിൾ ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതുകൊണ്ടാണ് പൊതുവെ പൈത്തണിനെ നമ്മൾ എക്സ്പ്രസീവ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. സോ പൈത്തൺ ക്യാൻ പെർഫോം കോംപ്ലക്സ് ടാസ്ക് യൂസിങ് ഫ്യൂ ലൈൻസ് ഓഫ് കോഡ്. വളരെ ഫ്യൂ ലൈൻസ് ഓഫ് കോഡ് ഉപയോഗിച്ച് കോംപ്ലക്സ് ടാസ്കുകൾ പെർഫോം ചെയ്യാൻ കഴിയുന്നു. അതും പൈത്തണിന്റെ ഒരു സ്വീകാര്യതയാണ്.
So Python is an expressive language. It can perform complex tasks using few lines of code. ഇനി മൂന്നാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് പൈത്തൺ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ആൻ ഇന്റർപ്രറ്റർ ലാംഗ്വേജ്. നമുക്കറിയാം ഇന്റർപ്രറ്റർ എന്ന് പറയുന്നത് ഒരു ലാംഗ്വേജ് പ്രോസസർ ആണ്. ഹൈ ലെവൽ ലാംഗ്വേജിനെ മെഷീൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ലാംഗ്വേജ് പ്രോസസർ ആണ് ഇന്റർപ്രറ്റർ. So Python is an interpreter language, which means the source code of Python is converted into bytecode using interpreter. പൈത്തണിന്റെ സോഴ്സ് കോഡിനെ ഒബ്ജക്ട് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ മിഷൻ കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ബൈറ്റ് കോഡിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത് ഒരു ഇന്റർപ്രറ്റർ ആണ്. അതുകൊണ്ട് നമുക്ക് പൈത്തണിനെ ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് എന്ന് വിളിക്കാൻ കഴിയുന്നു. An interpreter language is a language in which instructions are executed directly without compiling a program into machine language. Machine languageലോട്ട് ഡയറക്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യാതെ ലൈൻ ബൈ ലൈനായി എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്റ്റൈലാണ് ഒരു ഇന്റർപ്രറ്റർ ലാംഗ്വേജ് ഫോളോ ചെയ്യുന്നത്. ഇനി നാലാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ക്രോസ് പ്ലാറ്റ്ഫോം ആണ്. പൈത്തൺ ക്യാൻ execute on different platforms like Windows, Linux, Unix, Macintosh പോലെയുള്ള വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകളിൽ പൈത്തൺ എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് ക്രോസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. We can say that Python is a portable language. അതുകൊണ്ട് പോർട്ടബിൾ ലാംഗ്വേജ് എന്ന് നമുക്ക് പൈത്തനെ വിളിക്കാൻ കഴിയുന്നതാണ്. It allows programmer to develop software for different platforms. വ്യത്യസ്തമായ പ്ലാറ്റ്ഫോമുകൾ സപ്പോർട്ട് ചെയ്യുന്നു. പ്ലാറ്റ്ഫോം എന്ന് പറഞ്ഞാൽ വിൻഡോസ് ഉൾപ്പെടുന്നു, ലിനക്സ് ഉൾപ്പെടുന്നു, യൂണിക്സ് ഉൾപ്പെടുന്നു, മാക്കിൻടോഷ് ഉൾപ്പെടുന്നു. ഹാർഡ്വെയർ പ്ലസ് സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മൾ പൊതുവെ പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. ഇതിന് വ്യത്യസ്തമായ ഓപ്പറേറ്റിംഗ് സിസ്റ്റം സപ്പോർട്ട് ചെയ്യുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇനി അഞ്ചാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ആണ്. പൈത്തൺ ഈസ് ഫ്രീലി അവൈലബിൾ. യാതൊരു രീതിയിലുള്ള രജിസ്ട്രേഷൻ ഫീസ് ആവശ്യമില്ലാതെ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ലാംഗ്വേജ് ആണ് പൈത്തൺ. അതുകൊണ്ട് നമ്മൾ പൈത്തൺ ഒരു ഫ്രീ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ കഴിയുന്ന ഫ്രീ ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് എന്ന് വിളിക്കുന്നു. ഇറ്റ് ഹാസ് എ ലാർജ് കമ്മ്യൂണിറ്റി. ഒരു വ്യത്യസ്തമായ കമ്മ്യൂണിറ്റിയാണ് ഈ ഒരു പൈത്തൺ എന്ന് പറയുന്ന പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഇത്തരം കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നത്. സോ പൈത്തൺ ഈസ് ആൻ ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ്. ഓപ്പൺ സോഴ്സ് എന്ന് പറഞ്ഞാൽ യൂസേഴ്സിന് സോഴ്സ് കോഡ് കൂടി ലഭ്യമാണ്. നമുക്ക് ഈ ഒരു സോഴ്സ് കോഡ് വേണമെങ്കിൽ നമുക്ക് വ്യൂ ചെയ്ത് ആവശ്യമുള്ള മോഡിഫിക്കേഷൻ വരുത്താൻ കഴിയുന്നതാണ്. യാതൊരു രീതിയിലുള്ള രജിസ്ട്രേഷൻ ഫീസും ഈ ഒരു പൈത്തൺ യൂസ് ചെയ്യാൻ ആവശ്യമില്ല. അതുകൊണ്ട് ഫ്രീ ആൻഡ് ഓപ്പൺ സോഴ്സ് ലാംഗ്വേജ് ആണ് പൈത്തൺ. ഇനി ആറാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒബ്ജക്റ്റ് ഓറിയന്റഡ് ലാംഗ്വേജ് ആണ്. So Python is an object-oriented language. That is, it gives importance to data. ഡേറ്റയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നു, ഫംഗ്ഷന് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇൻഹെറിറ്റൻസ്, പോളിമോർഫിസം, എൻകാപ്സുലേഷൻ പോലെയുള്ള വ്യത്യസ്തമായ ഫീച്ചേഴ്സ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എക്സിബിറ്റ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോഗ്രാം റീയൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇതാണ് ഒബ്ജക്റ്റ് ഓറിയന്റഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. ഇനി ഏഴാമതൊരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് എക്സ്റ്റെൻസിബിൾ ആണ്. എ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ഈസ് സെഡ് ടു ബി എക്സ്റ്റെൻസിബിൾ ഇഫ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു അതർ ലാംഗ്വേജ്. മറ്റുള്ള ലാംഗ്വേജിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയുന്നു. പൈത്തൺ കോഡ് ക്യാൻ ഓൾസോ ബി റിട്ടൺ ഇൻ അതർ ലാംഗ്വേജസ്. മറ്റുള്ള ലാംഗ്വേജസ് ഉപയോഗിച്ചും പൈത്തൺ കോഡ് എഴുതാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് എക്സ്റ്റെൻസിബിൾ എന്ന് പറയുന്നത്. ഇനി എട്ടാമതൊരു ഫീച്ചർ ആണ് ലാർജ് സ്റ്റാൻഡേർഡ് ലൈബ്രറി. So Python has a vast range of library for machine learning and web development. മെഷീൻ ലേണിംഗിനും വെബ് ഡെവലപ്മെന്റിനും വേണ്ടിയുള്ള ഒരു വാസ്റ്റ് ലൈബ്രറി പൈത്തൺ ലാംഗ്വേജിന് അവൈലബിൾ ആണ്. പലപ്പോഴും ഫ്രെയിം വർക്കുകൾ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പാൻഡാസ് പോലെയുള്ള അല്ലെങ്കിൽ നംപി പോലെയുള്ള പോപ്പുലർ ഫ്രെയിം വർക്കുകൾ പലപ്പോഴും വെബ് ഡെവലപ്മെന്റിന് വേണ്ടി പലപ്പോഴും നമുക്ക് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. പൈത്തൺ സ്റ്റാൻഡേർഡ് ലൈബ്രറി കണ്ടെയ്ൻസ് പ്രീ റിട്ടൺ ടൂൾസ് ഫോർ പ്രോഗ്രാമിംഗ്. പ്രോഗ്രാമിംഗിന് ആവശ്യമുള്ള പ്രീ റിട്ടൺ ടൂൾസ് പൈത്തൺ ലൈബ്രറിയിൽ അവൈലബിൾ ആണ്.
അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് നമുക്ക് വെബ് ഡെവലപ്പ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി 9ാമത്തെ ഫീച്ചറാണ് GUI പ്രോഗ്രാമിംഗ് സപ്പോർട്ട്. പൈത്തൺ സപ്പോർട്ട് GUI ഫ്രെയിംവർക്ക്. GUI എന്ന് പറഞ്ഞാൽ ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ്. കീബോർഡും മൗസും ഉപയോഗിച്ച് വർക്ക് ചെയ്യാൻ കഴിയുന്ന എൻവയോൺമെന്റിനെയാണ് പൊതുവെ GUI ഇന്റർഫേസ് എന്ന് വിളിക്കുന്നത്. വിൻഡോസ് ഒരു GUI ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്, നമുക്കറിയാവുന്ന കാര്യമാണ്. ഗ്രാഫിക്കൽ യൂസർ ഇന്റർഫേസ് ഈസ് യൂസ്ഡ് ഫോർ ഡെവലപ്പിംഗ് ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ. പലപ്പോഴും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷൻ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി GUI പ്ലാറ്റ്ഫോമുകൾ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി 10ാമതൊരു ഫീച്ചർ എന്ന് പറയുന്നത് ഇന്റഗ്രേറ്റഡ് ആണ്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഇന്റഗ്രേറ്റഡ് വിത്ത് അതർ ലാംഗ്വേജസ്. C++ അല്ലെങ്കിൽ ജാവ പോലെയുള്ള മറ്റുള്ള ലാംഗ്വേജുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. പൈത്തൺ റൺസ് കോഡ് ലൈൻ ബൈ ലൈൻ ലൈക്ക് C++, ജാവ C++ പോലെയുള്ള ലാംഗ്വേജിനെ പോലെ തന്നെ പൈത്തൺ കോഡുകൾ ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇറ്റ് മേക്സ് ഡീബഗിംഗ് ഈസി. ഡീബഗിംഗ് എന്ന് പറയുന്ന പ്രക്രിയ വളരെ ഈസിയായി പെർഫോം ചെയ്യാൻ കഴിയുന്നതാണ്, കാരണം ലൈൻ ബൈ ലൈൻ ആയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇനി അടുത്തൊരു ഫീച്ചർ എന്ന് പറയുന്നത് എംബഡഡ് ആണ്. പൈത്തൺ ഈസ് ആൻ എംബഡഡ് ലാംഗ്വേജ്. The code of other programming language can be used in Python source code. മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിന്റെ കോഡുകളെ നമുക്ക് പൈത്തണിനകത്ത് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അതുകൊണ്ടാണ് എംബഡഡ് എന്ന് പറയുന്നത്. We can use Python source code in other programming language. പൈത്തണിന്റെ സോഴ്സ് കോഡ് കൂടി മറ്റുള്ള പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. സോ പൈത്തൺ ഈസ് ആൻ എംബഡഡ് ലാംഗ്വേജ്. ഒരു എംബഡഡ് ലാംഗ്വേജ് ആണ് പൈത്തൺ എന്ന് പറയുന്നത്. മറ്റുള്ള പ്രോഗ്രാമിൽ ഈ സോഴ്സ് കോഡ്, പൈത്തണിന്റെ സോഴ്സ് കോഡ് യൂസ് ചെയ്യാൻ കഴിയുന്നതാണ്. അടുത്തൊരു പ്രധാനപ്പെട്ട ഫീച്ചർ എന്ന് പറയുന്നത് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ ആണ്. ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ മീൻസ് അലോക്കേറ്റിംഗ് മെമ്മറി അറ്റ് റൺ ടൈം. പ്രോഗ്രാം റൺ ചെയ്യുന്ന സമയത്ത് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. ഇൻ പൈത്തൺ വി doesn't need to specify the data type of variable. പൈത്തണിൽ ഡേറ്റ ടൈപ്പ് സ്പെസിഫൈ ചെയ്യേണ്ട ആവശ്യമുള്ള വേരിയബിളിനെ നമ്മളൊരു വാല്യൂ അസൈൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നതാണ്. ഇൻ പൈത്തൺ മെമ്മറി അലോക്കേഷൻ ആൻഡ് ഡി അലോക്കേഷൻ ഈസ് ഓട്ടോമാറ്റിക്. സിസ്റ്റം തന്നെ ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറി അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മെമ്മറിയെ ഡി അലോക്കേറ്റ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക് ആണ്. അതുകൊണ്ട് പൈത്തൺ ഫോളോസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ. വേരിയബിൾസിന്റെ മെമ്മറി ഓട്ടോമാറ്റിക് ആയിട്ട് അലോക്കേറ്റ് ചെയ്യുന്നു. ആ ഒരു മെമ്മറി ഡി അലോക്കേറ്റ് ചെയ്യുന്നതും ഓട്ടോമാറ്റിക് ആയിട്ടാണ്. സോ പൈത്തൺ ഫോളോസ് ഡൈനാമിക് മെമ്മറി അലോക്കേഷൻ.